എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 ഒരു അപ്കമിങ് റിവ്യൂ കേൾക്കാം. വരാൻ പോകുന്ന ഉടനെ തന്നെ നമ്മുടെ സീസൺ 2 നമ്മൾ കാണാൻ പോകുന്നൊരു ഭാഗമാണ്. അങ്ങനെ നമ്മുടെ വിക്രം ജയിലിലായിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വേദ ആരോട് പറയാതെ നേരെ ഡൽഹിയിലോട്ടുള്ള ട്രെയിൻ കയറി ഡൽഹിയിലെത്തുകയാണ്. ഇതിനിടയ്ക്ക് തന്നെ നമ്മളെ ഒരു പുതിയ ക്യാരക്ടറും കൂടി ഈ പവിത്രം സീസൺ 2 വരുന്നുണ്ട്. അത് നമ്മൾ ടെലിവിഷൻ സീരിയലുകളിൽ നമ്മൾ വളരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റാണ്. നമ്മുടെ സ്വാതി ആണ് അതിൽ അഭിനയിക്കുന്നത്. സ്വാതി നമ്മുടെ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡ് റോള് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ സ്വാതിയെ നമ്മൾ പുതിയ വരാൻ പോകുന്ന സീസൺ 2 നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വേദ ട്രെയിൻ ഇറങ്ങുന്നത് ഡൽഹിയിലാണ്. അതിനുശേഷം പ്രഗ്നൻ്റ് ആണല്ലോ വേദ. അങ്ങനെ വേദ തലകറങ്ങി അവിടെ വീഴുന്നുണ്ട്. അപ്പോൾ വേദ ഒരു അതേ പ്രായത്തിലുള്ള പെൺകുട്ടി വേദയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പഠിക്കാനും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ആ കുട്ടിയാണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ വേദയെ അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ചോദിക്കുന്നു, നിങ്ങൾ പ്രഗ്നൻ്റ് ആണല്ലേ? അതേ, എന്താണ് ഒറ്റയ്ക്ക്, അതും ഡൽഹിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ വേദ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയും, ഇനി എങ്ങോട്ടാണ് പോകുന്നത്, എനിക്കറിയില്ല എങ്ങോട്ട് പോകണമെന്ന്, ഞാനൊരു രക്ഷ തേടി വന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ താമസിക്കാമെന്ന് പറയും. അങ്ങനെ അവരൊരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. അങ്ങനെ വേദയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നു. അവരൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ തന്നെ വേദയത്ത് ചോദിക്കും, തുടർന്ന് പഠിക്കാനോ ജോലിക്ക് അങ്ങനെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ചെയ്തു തരാമെന്ന് പറയുന്നു. തുടർന്ന് പഠിക്കാനാണ് വേദ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ വേദയെ ആ കുട്ടി തുടർന്ന് പഠിപ്പിക്കുന്നു. അവർ തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വളരെ ക്ലോസ് ആവുകയാണ്. വളരെ നല്ല സുഹൃത്തുക്കളെയും വളരെ നല്ല സുഹൃത്തുക്കളാവുകയും അതുപോലെ ഒരു സഹോദരിയോട് തോന്നുന്ന ഒരു അടുപ്പം വേദയ്ക്ക് ആ കുട്ടിയോട് തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദയെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പിനൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആ കുട്ടിയാണ്. അങ്ങനെ വേദ ഒരു ദിവസം വിക്രത്തിൻ്റെ ഫോട്ടോയൊക്കെ നോക്കി കരയുന്നുണ്ട്. ആ സമയത്താണ് ആ കുട്ടി അങ്ങോട്ട് വരുന്നത്. ഇതാണ് ഹസ്ബൻഡ് എന്ന് ചോദിക്കും. അതേ, പേര് വിക്രം എന്നാണ്, ഞാൻ വിക്രു എന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറയും. അങ്ങനെ അവരുടെ രസകരമായ കുറച്ച് നല്ല നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ആ കുട്ടിയോട് വേദ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പറയും, ഹസ്ബൻഡിനെ കാണാത്തിട്ട് സങ്കടമാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ അന്വേഷിക്കാം എന്നൊക്കെ പറയും. വേണ്ട, അദ്ദേഹം ഇപ്പോൾ ജയിലിലാണെന്ന് പറയും. അങ്ങനെ ജയിലാവാനുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാനിവിടെ ആണെന്നുള്ള കാര്യം എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ റിലേറ്റീവ്സിനോ പേരൻസിനോ ആർക്കും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആരും അറിയരുത് എന്നൊക്കെ പറയുന്നു. അതിനുശേഷം നമ്മുടെ വിക്രത്തിനെ കാണാൻ വേണ്ടി കമലമ്മയും മാഷും കൂടി ജയിലിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് വിക്രം അന്വേഷിക്കുന്നത് വേദയാണ്. ആ സമയത്ത് വേദയെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. വേദയുടെ കാര്യം ആലോചിച്ച് വിക്രത്തിന് ഭയങ്കര സങ്കടമാണ്. വിക്രം ജയിലിൽ റൂമിലിരുന്ന് ആരും കാണാതെ വലിയ വായിൽ കരയുക പോലും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കള്ളക്കേസെല്ലാം പറഞ്ഞ് വിക്രം ജയിലിലായിരിക്കുകയാണ്. അതിനുശേഷം വേദയ്ക്ക് ഡെലിവറി പെയിൻ വരുന്നതനുസരിച്ച് ആ കുട്ടി വേദയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. വേദ അവിടെ വെച്ച് നല്ല മിടുക്കിയ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുന്നു. നമ്മളിതിൽ കാണുന്ന സ്വാതി എന്ന കഥാപാത്രം സ്വാതി കാണിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കമ്മീഷണറെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി ബൈക്കിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ കമ്മീഷണർ ഒറ്റയ്ക്ക് ജീപ്പിലിരുന്ന് ഇങ്ങനെ കരയുന്ന ഒരു സീനും ഒരു പ്രൊമോയും നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഈ സ്വാതി എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ചെയ്യുന്ന ഈ പെൺകുട്ടി ഒരുപക്ഷെ വേദയുടെ അനിയത്തി ദീപ്തി എന്ന കഥാപാത്രം ആയിരിക്കാം. അപ്പോൾ അതൊക്കെയാണ് നമ്മളിനി അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന സീസൺ 2 കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.